നമുക്കിടയിൽ തന്നെ ഓവർ തിങ്കേഴ്സ് ഒരുപാടുണ്ട് അല്ലെ. നമ്മൾ അവരുടെ നെഗറ്റീവ് സൈഡ്സ് മാത്രമാണ് എപ്പോഴും കാണുന്നത്. സത്യം പറയാലോ, ഞാനും ഒരു ഓവർ തിങ്കറാണ്. ഒരു ചെറിയ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ അല്ലെങ്കിൽ എന്റെ ഒരു ദിവസത്തിൽ നടന്നാല് ഞാൻ ശരിക്കും അതിനെക്കുറിച്ച് കുറേ ആലോചിക്കും. ചിലപ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ അതിന്റെ വരാനിരിക്കുന്ന നല്ല വശങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാവാൻ പോകുന്ന നെഗറ്റീവ് സൈഡ്സിനെ കുറിച്ചൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ ഓവർ തിങ്കേഴ്സിനെ എല്ലാവരും ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾ അറിയാത്ത ചില പോസിറ്റീവ് സൈഡ്സ് കൂടി ഈ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഓവർ തിങ്കേഴ്സ് ആയ കാരണം ഈ എപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ലൈഫിൽ ഏത് തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളെയും വേഴ്സ്റ്റ് സിനാരിയോകളെയും നമുക്ക് അഭിമുഖീകരിക്കാൻ വേഗത്തിൽ കഴിയും. ഓൺ ദ സ്പോട്ടിൽ നമുക്ക് അതിനുള്ള ഉത്തരം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ മരത്തിൽ കാണുമ്പോൾ നമ്മൾ മാനത്ത് കാണുമെന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു തെറ്റ് 2 വട്ടം ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഒരു കാര്യം തന്നെ അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് തന്നെ അനലൈസ് ചെയ്യാനുള്ള കഴിവും ഈ ഓവർ തിങ്കേഴ്സിനുണ്ട്. അതേപോലെ തന്നെ ബ്രെയിൻ ഇങ്ങനെ ഷട്ട് ഡൗൺ ആവാതെ ഇരിക്കുന്നത് കാരണം ഇവർക്ക് നല്ല ഒരു ക്രിയേറ്റീവ് മൈൻഡ് ആയിരിക്കും. അതായത് കണ്ടന്റ് ക്രിയേഷൻ, അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ്, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇവർ പ്രഗത്ഭരായിരിക്കും. ആര്? നമ്മുടെ ഈ ഓവർ തിങ്കേഴ്സ്. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കൂടുതലായിരിക്കും. ബിക്കോസ് എല്ലാ ആംഗിളിൽ നിന്നും ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ആരോടെങ്കിലും എന്തെങ്കിലും കുറച്ച് റൂഡായിട്ട് സംസാരിക്കേണ്ടി വന്നാൽ അയാൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഞാൻ എങ്ങനെയാണ് അയാളോട് പറഞ്ഞത്, അയാൾ ഏത് രീതിയിൽ എടുത്തിരിക്കും, ഇനി ഞാൻ ക്ഷമ ചോദിക്കേണ്ട കാര്യമുണ്ടോ, അങ്ങനെ പല രീതിയിൽ ചിന്തിച്ച് അവർ വളരെയധികം സൂപ്പർ എംപതറ്റിക് ആയിരിക്കും. മറ്റൊരാൾക്ക് ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ മടിയുള്ളവരായിരിക്കും ഈ ഓവർ തിങ്കേഴ്സ്. അതുപോലെ തന്നെ വളരെ ശുദ്ധ മനസ്സിന് ഉടമകളായിരിക്കും, നിഷ്കളങ്കരുമായിരിക്കും. സോ നിങ്ങൾ ഓവർ തിങ്കേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ഡ്രമാറ്റിക് മോഡൊന്നുമല്ല, ഹൈ അലേർട്ട് മോഡാണ്. അതുകൊണ്ട് ഓവർ തിങ്കേഴ്സ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം നിങ്ങൾ നല്ല മനസ്സിന് ഉടമകൾ തന്നെയാണ്. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ അല്ല നിങ്ങൾ. മറ്റുള്ളവരെ കൂടുതൽ കൺസിഡർ ചെയ്യുകയും നമ്മുടെ ഫീലിംഗ്സിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത്. മറ്റുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫീലിംഗ്സിനെ കുറിച്ച് നമ്മൾ കെയർ ചെയ്യാത്ത ഒരാൾ ഒരിക്കലും ഒരു ഓവർ തിങ്കേഴ്സ് ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ യു ആർ സോ സൂപ്പർ എംപത്തറ്റിക്. സോ ഫ്യൂച്ചറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഓവർ തിങ്കേഴ്സ് യു ഓൾറെഡി പ്രിപ്പയർഡ്. സോ ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് ഇൻ യുവർ ലൈഫ്. അതേപോലെ തന്നെ ഈ ഓവർ തിങ്കേഴ്സ് ആയിട്ടുള്ള 2-3 ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഓവർ തിങ്കിങ് എന്നുള്ള ഈ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അത് മാറ്റണം, വളരെ കൂളായിട്ട് നൈസ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെന്ന്. പക്ഷെ അവർ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഈ ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അവരുടെ ലൈഫിൽ തെറ്റിയിട്ടില്ല എന്നുള്ളത്. ഓവർ തിങ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ ഓവർ തിങ്ക് ചെയ്യുന്നത് അത്രയും ഡീപ്പായിട്ടാണ് നമ്മുടെ ബ്രെയിൻ അനലൈസ് ചെയ്യുന്നത്. അത് കാരണം നമ്മുടെ ലൈഫിൽ ഈ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ്സ് അവർക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓവർ തിങ്കേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഒരിക്കലും ഒന്നിനെ കുറിച്ചും ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾ നല്ല മനസ്സിന് ഉടമയാണെന്ന് ഞാൻ എടുത്തു പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. ഇങ്ങനെ ബ്രെയിൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും നെഗറ്റീവ് സൈഡ്സിനെ കുറിച്ച് ചിന്തിക്കാതെ പോസിറ്റീവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ബൈ ബൈ.